വിനുവിനോടൊരു കാര്യം പറയാണ്. മോനെ വിനു, എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. നിന്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇൻഫർമേഷൻ അയച്ചു തന്നത്. അതിനുശേഷം സമ്മർ മീഡിയക്കാണ് 5 ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത്. ഇത് അതിനുശേഷം രാജ് ടാൾസിന് 2 ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടുത്തത്. വരുന്നത് അതുൽ 50,000 രൂപയാണ്. അതുൽ വ്ളോഗ്സില്ലേ ചങ്ങായിക്ക് 50,000 രൂപയാണ് കൊടുത്തത്. ആ സമ്മർ മീഡിയയിൽ പൊക്കി പറയുന്നത് അനുമോളിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് ടിഷ്യൂ കൊണ്ടുപോകുന്ന എന്ന കള്ള വാർത്തയാണ് റാറ്റാൾസ് കൊടുത്തത്. അത് റാറ്റാൾസ് കൊടുക്കുന്നത് വിനു പറഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചുവെന്ന് മാത്രം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞാലും അത് ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഈ സീസണിലെ ഏറ്റവും വലിയ വിവാദമാണ് PR എന്നുള്ളത്. അതായത് അനുമോൾ ജയിച്ചിട്ടുള്ളത് PR എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ഘടകം കൊണ്ട് മാത്രമാണ്. മോസ്റ്റ് അൺഡിസേർവിങ് കണ്ടസ്റ്റൻറ്റ് ഓഫ് ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്നു. അങ്ങനെയാണ് അനുമോൾ ജയിച്ചതെന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളൊരു വീഡിയോ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഒരു കണക്കും ആ വ്യക്തി പുറത്തു വിടുന്നുണ്ട്. ഈ യൂട്യൂബറുടെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു ഹൈപ്പിലേക്ക് കിടക്കണ്ട. ഇനി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരെന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ നോക്കിക്കോട്ടെ. പക്ഷേ പൊതുജന ശ്രദ്ധയിലേക്ക് ഈ ഒരു വീഡിയോ ഞാൻ വെക്കുകയാണ്. ഒരുപാട് പേരിന്ന് രാവിലെ എനിക്ക് അയച്ചു തന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒപ്പം കുറച്ച് പേര് എന്നോട് ചോദിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് വീഡിയോ ഇല്ലാത്തതെന്നുള്ളത്. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. പക്ഷേ എന്നാലും ഒരുപാട് ടോപ്പിക്സ് നമുക്ക് സംസാരിക്കാനുള്ള മിസ്സായി. സാരില്ല, നമുക്ക് നെക്സ്റ്റ് വരും ദിവസങ്ങളിൽ ഒന്നും കൂടി ഉഷാറായിട്ട് വീഡിയോ മുന്നോട്ട് വരുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ള വീഡിയോയിൽ ഒരു കണക്ക് പുറത്തു വിടുന്നുണ്ട്. അതായത് അനുമോൾക്ക് വേണ്ടി വിനു ചിലവാക്കിയിട്ടുള്ള പൈസയുടെ കണക്ക് എന്നും പറഞ്ഞിട്ട് വിടുന്നു. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 കാര്യങ്ങളുള്ളത്. ഒന്ന്, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള സമ്മർ മീഡിയ, രാജ് ടോക്സ്, അതുൽ വ്ളോഗ്സ്, ഈ 3 പേർക്കും കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ 3 പേരും വാങ്ങിയിട്ടുള്ള പൈസയുടെ കണക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു യൂട്യൂബർ പുറത്തു വിടുന്നത്. ഇത് എത്രത്തോളം ആധികാരികത ഉണ്ടെന്നറിയില്ല. അതൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള ആൾക്കാർ ചർച്ച ചെയ്യട്ടെ. ഞാൻ എന്തായാലും യൂട്യൂബറുടെ പേര് പറയാൻ പോകുന്നില്ല. പക്ഷേ ഇയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഡെഫിനറ്റ്ലി കേൾക്കുന്നുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് അയാൾ കൊടുത്തിട്ടുള്ള ആ കണക്കിൻ്റെ ആ ഒരു പോർഷനും വയ്ക്കാം. നോക്കൂ, പല യൂട്യൂബേഴ്സും പല സോഷ്യൽ മീഡിയ പേജസും പിന്നെ അതിന് വേണ്ടിയിട്ടുണ്ട്. പല യൂട്യൂബേഴ്സും ഈ സീസണിൽ പല ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുക. സമ്മർ മീഡിയ, രാജ് ടോക്സ്, എനിക്ക് തോന്നുന്നു ഇവർ സീസൺ 1 തൊട്ടേ ബിഗ് ബോസിൻ്റെ കൂടെ ഉണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന സമയത്ത് നമ്പർ 1 ആയിട്ട് വരുന്ന ചാനലാണ് സമ്മർ മീഡിയ. ഒപ്പം രാജേട്ടൻ എനിക്ക് പേഴ്സണലി അറിയാം, രാജ് ടോക്സും അതെ, അതുലിനെ അറിയാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവാണ്. പല സമയത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവറി പേഴ്സൺ ഹസ് ഗോട്ട് ദ റൈറ്റ് ടു സേ എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചിലപ്പോൾ പല റീസണും കൊണ്ടായിരിക്കാം. അത് നമുക്ക് ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആയിരിക്കാം, റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കാം, എന്തും ആയിരിക്കാം. പക്ഷേ സമ്മർ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ്. ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സമ്മർ മീഡിയ മാത്രമല്ല, രാജേട്ടനും അതെ, അതിൽ റീസെൻ്റ്ലി അല്ല 2-3 സീസണായി അതിലും. പക്ഷേ സീസൺ 1 മുതൽ തന്നെ ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ആ വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ 5 ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ അനുമോൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളത്. 2 ലക്ഷം രൂപയാണ് രാജ് ടോക്സ് വാങ്ങിയിട്ടുള്ളത്, 2.5 പറയാം. പിന്നെ അതുൽ വ്ളോഗ്സ് വാങ്ങിയിട്ടുള്ളത് 50,000 രൂപയാണ്. ഇത്രയധികം കാശ് വാങ്ങിയിട്ടാണ് ഇവർ അനുമോൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തതെന്നാണ് ഈ വ്യക്തി, ഈ ഒരു യൂട്യൂബർ പറയുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. ഇതിനെങ്ങനെയുണ്ട് സംഭവങ്ങൾ നോക്കുക, എന്താണ് പുള്ളി പറയുന്നത് നോക്കാം. അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ഇയാളുടെ ഫേസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പറഞ്ഞ പോലെ പിന്നെ അതൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ പുറത്ത് കൊണ്ടുവരട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആധികാരികതയോട് കൂടി വന്ന് വിളിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ്. റീസെൻ്റായിട്ട് ഞാൻ കണ്ടു തുടങ്ങിയത്. എനിക്ക് അയച്ചു തന്ന സമയത്താണ്. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ടായത്. പക്ഷേ ഞാൻ കണ്ട അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബേസ്ലെസ്സും ഇല്ലാത്ത പച്ച നുണ പറയുന്ന രീതിയിലാണ് ഞാൻ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സീസൺ മുതൽ ബിഗ് ബോസും തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാണ് ആ വ്യക്തിയുടെ വീഡിയോ കണ്ടിട്ടുള്ളത്. എന്തായാലും വീഡിയോ കാണാം. നിന്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇൻഫർമേഷൻ അയച്ചു തന്നത്. അതുകൊണ്ട് ഇത് ഞാൻ 4 ആളിലേക്ക് എത്തിക്കും വിനു. ഇത് ഞാൻ എന്തിന് പബ്ലിഷ് ചെയ്യുന്നു? ഇനി സീസൺ 8 വരാണ്ട് 9 വരാണ്ട് ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, അനുമോൾ വിജയിച്ചത് PR കൊണ്ടെന്ന് അനുമോൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. അതിനുശേഷം അതെയോ, അനുമോൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് അനുമോൾ പുറത്തിറങ്ങുന്നില്ല. ഈ പറയുന്ന ബാക്കി 22 കണ്ടസ്റ്റന്റും പുറത്താവാനുള്ള കാരണം വിനു അല്ലേ?
അതുകൊണ്ട് ഇനി വരുന്ന സീസണിൽ വിനു കാരണം ആർക്കും ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പൊന്നാ. മോനെ നീ മുതലാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിനു കാരണമാണ് ഇത്ര ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റും പുറത്തായിട്ടുള്ളത്, അനുമോൾ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഇനി ഇവൻ പ്രവർത്തിച്ചു കഴിയുന്ന സമയത്ത് ഇനി 8, 9, 10 സീസണുകൾ, ഇവിടുന്ന് അങ്ങോട്ട് എത്ര സീസണുകളുണ്ടോ ആ സീസണുകളിലൊന്നും ഒരാൾക്ക് പ്രത്യേകിച്ച് വിജയിക്കാൻ കഴിയില്ല. കയറിയവരെല്ലാവരും വിജയിക്കുന്ന രീതിയിൽ ഈ ഒരു ഗെയിമിനെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള അഘോര പ്രയത്നത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് മനസ്സിലാവുന്നു കേട്ടോ. ഈ വിനുവിന്റെ ഫ്രണ്ട് എനിക്ക് ഈ ലിസ്റ്റ് അയച്ചു തന്നപ്പോ ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാണടാ എനിക്ക് ഇത് നീ അയച്ചു തന്നത്? ഞാൻ ചെറിയൊരു യൂട്യൂബ് മാന്യമായ ചോദ്യം, നീ എന്തിനാ എനിക്ക് അയച്ചെന്ന്? ഞാൻ ചെറിയൊരു യൂട്യൂബർ അല്ലേ? നീ വലിയ വലിയ സായിയെ പോലെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കുക, അവരല്ലേ പബ്ലിഷ് ചെയ്യേണ്ടത്. ശരിയല്ലേ? സായി അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്? PR-ന്റെ കേസ് പോലും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള സായി അല്ലേ? അപ്പോൾ സായിക്കല്ലേ അയച്ചു കൊടുക്കുന്നത്? ഇവനെ പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് എന്താ അയച്ചു കൊടുക്കുന്നത്? ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചെങ്ങായി എന്നോട് പറഞ്ഞത്, ഞാൻ 2-3 വലിയ വലിയ യൂട്യൂബേഴ്സിനോട് സംസാരിച്ചു, സായിനോടാണോ ആരോടൊന്നറിയില്ല, ആരും ഈ സംഗതി പുറത്ത് വിടുന്നില്ല. കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുമെന്നും ഡിസ്ലൈക്ക് വീഴുമെന്നും നെഗറ്റീവ് കമന്റ് വരുമെന്നും പേടിച്ചിട്ടാണ് അവരാരും ഈ വീഡിയോ പുറത്ത് വിടാത്തത്. അതെയാ? അയ്യോ, അത് പ്രശ്നമാവും. ഇതിപ്പോൾ നമ്മൾ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബറും ലൈക്കും ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങുമോ? ഞാനൊരു കാര്യം പറയാണ് അനുമോളെ സ്നേഹിക്കുന്നവരോട്, എന്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് അനുമോളെ വിമർശിച്ചും അനുമോളെ പോസിറ്റീവ് പറഞ്ഞിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജെന്യൂൻ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഭയങ്കര ജെനുവിനാണ് ഇവൻ ഭയങ്കര ജെനുവിനാണ്. കാരണം ഇത്രയധികം ഇനി വരും സീസണുകളിൽ എല്ലാവരും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയും ഒരു സതുദ്ദേശപരമായിട്ടൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പൊന്നാര പ്രേക്ഷകരെ, എനിക്ക് ആ ഫ്രണ്ട് അയച്ചു തന്ന ലിസ്റ്റ്, അതായത് വിനു ഈ പറയുന്ന അനുമോൾക്ക് കൊടുത്ത ലിസ്റ്റാണ്. ഓക്കെ, മൊത്തത്തിൽ ഞാൻ ഒന്നൊന്നായിട്ട് വിശദീകരിച്ചു തരാം. ഹോസ്പിറ്റലിലേക്ക് വിനുവിൻ്റെ ആ സുഹൃത്ത് ആരാണോ അല്ലേ? വിനുവിനുണ്ടോ കട്ടപ്പായിട്ടുള്ള സുഹൃത്ത്? കട്ടപ്പായിട്ടുള്ള ഒരു വ്യക്തി ബിഗ് ബോസിൽ വന്നു പോയ പോലെ തന്നെ വിനുവിൻ്റെ സ്വകാര്യ ജീവിതത്തിലും വളരെ എല്ലാ കാര്യങ്ങൾക്കും വളരെ പുറകെ നടന്ന് പുറകിൽ നിന്ന് കുത്തിയിട്ടുള്ള കട്ടപ്പ പുറത്തുവിട്ടുള്ള ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. 8,500 രൂപയാണ് വിനുവിന്റെ ലിസ്റ്റിൽ. എന്താണ് ഹോസ്പിറ്റൽ? എല്ലാ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങിയാണോ? അല്ല, വിവിധ ഹോസ്പിറ്റലിൽ പോയി ഇവന്മാരെന്ത് ചെയ്തു? വോട്ട് പിടിച്ചു. ഇപ്പൊ രണ്ട് മിനിമം ഒരു ഹോസ്പിറ്റലിലേക്ക് 2-3 പയ്യന്മാരാണ് വെച്ച് പോകുന്നത്. അവരുടെ സാലറി, അവരുടെ ഫുഡും കാര്യങ്ങളും അതൊക്കെ. ഇതിൽ ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ, സർക്കാർ ഓഫീസുകളൊന്നുമില്ല? എന്തിന് ഹോസ്പിറ്റലിലേക്ക് പോയി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. OTP കൊടുത്ത് അവിടെയുള്ള ആരെങ്കിലും സാധാരണക്കാരിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയും, ഒരു പ്രാവശ്യം ഫോൺ തരോ, ഒരു വോട്ടിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് ചെറിയ പൈസ കൊടുക്കുന്നു. അതിന് ശേഷം ആശുപത്രികളിലൊക്കെ അങ്ങനെ പോയിട്ട് ഓരോരുത്തരെടുത്ത് മനസ്സിലാക്കുള്ള പൈസ അതിനാണ് വിനു 38,500 ഇട്ടത്. ഓക്കെ, പിന്നീട് വരുന്നത് കമന്റിനാണ്. 1,28,000 രൂപ. കമന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഏഷ്യാനെറ്റില് എന്തെങ്കിലും ഒരു പ്രൊമോ വരുമ്പോ വിനു എന്ത് ചെയ്യും? വിനുൻ്റെതായിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടും അത് കമന്റ് ഇടുന്നവർക്ക് മാത്രം. അപ്പോ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊമോ ഈ ഗ്രൂപ്പിലേക്ക് വിനു തട്ടും. അപ്പോ ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവരും കമന്റ് ഇടണം, അനു എന്നൊക്കെ പറഞ്ഞു. അതാണ് വിനുന്റെ മാസ്റ്റർ മൈൻഡ്. ഓക്കെ, പൊന്നു പ്രേക്ഷകരെ, അതാണല്ലോ എന്റെ വീഡിയോന്റെ അടിയിലും ഇങ്ങനെ അനുമോളിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരുന്നത്. അത് ശരി. റീചാർജ് എത്ര? 15,650 വിനു പറയുന്ന റീചാർജിന്റെ ചെലവ്. അതായത് ഇപ്പൊ കുറെ പ്രായമായവരുടെ ചെറിയ ഫോണല്ലേ, അപ്പൊ അവരുടെ സിം എന്ത് ചെയ്യും? ആൻഡ്രോയിഡ് ഫോണിലേക്കോ ഐഫോണിലേക്കോ വലിയ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് അത് റീചാർജ് ഉണ്ടാവില്ല. അപ്പൊ റീചാർജ് ചെയ്തിട്ടാണ് അനുമോൾ വോട്ട് പിടിച്ചത്. ഓക്കെ, ഭയങ്കര ഇത്രയും മെനക്കെട്ടിട്ടാണല്ലേ വിനു. അതിനുശേഷം സമ്മർ മീഡിയക്കാണ് 5 ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത്. ഇത് ഒരു കാര്യം, അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഈ 3 മാസം ഈ വേല ചെയ്യാൻ, എന്തിനാണ് പറയാൻ, ഈ വീട്ടുവേല ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മർ മീഡിയക്ക് ഒരു 5 ലക്ഷം രൂപയുള്ളൂ. അടുത്ത പ്രാവശ്യം നമുക്കൊന്ന് ട്രൈ ചെയ്യണമല്ലോ. കാര്യങ്ങളോട് പറയാം, നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത്? ആ കാര്യം കൂടി ഞാൻ പറയാം. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടൊന്ന് കണ്ടാൽ അതിനുശേഷം രാജ് ടാൽക്സിന് 2 ലക്ഷം രൂപയാണ്. രാജ് ടാൽക്സ് എന്ന് പറഞ്ഞാൽ രാജ് ടോക്സ് ആണ് കേട്ടോ. രാജ് ടാൽക്സിന് 2 ലക്ഷം രൂപ ഈ പറയുന്ന വിനു കൊടുത്തിട്ടില്ല. അതിനൊക്കെ ഞാൻ വരുന്നുണ്ട്. നിങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടില്ലേ? കൊടുത്തു എന്ന് പറഞ്ഞു പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വരുന്നത് അതുൽ 50,000 രൂപയാണ്. അതുൽ വെറും 50,000 രൂപയ്ക്ക് 3 മാസം. അയ്യടാ, ഇത്ര പണി. അതിൽ ഏകദേശം 3-4 വീഡിയോ ഒരു ദിവസം ഇടുന്നുണ്ട്. വെറും 50,000 രൂപയ്ക്കോ? മോശം. അതിലിന് വില കുറച്ച് കണ്ടോ? ബോക്സില്ലേ, ചങ്ങായിക്ക് 50,000 രൂപയാണ് കൊടുത്തത്. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചാനല്, പിന്നീട് യൂട്യൂബിലുള്ള ചെറിയ ചാനല്, യുമാർക്ക് ചെറിയ എന്നൊക്കെ പറഞ്ഞാൽ ഏത് സബ്സ്ക്രൈബറാണ്? നമ്മൾ ഏതിലാ പെടുകയെന്ന് അറിയില്ലല്ലോ.
നമ്മളൊന്നും ആരും വിളിക്കുന്നില്ലല്ലോ അല്ലേ? മൊത്തത്തിലായി 2,50,000 രൂപയാണ് ഈ പറയുന്ന വിനുവിന്റെ കണക്ക്. ഓക്കെ, അതിനുശേഷം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഹിന്ദി അതായത് വോട്ട് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഹിന്ദിയോ മറിച്ചിട്ടുണ്ട്. തൊപ്പി വന്നതിന് ശേഷമാണ് വോട്ട് മറിച്ചത്. അതിന് 3 ലക്ഷം രൂപയാണ് വിനു പറഞ്ഞത്. അതിനുശേഷം വിനുനും വിനുന്റെ സ്റ്റാഫിനുമായിട്ട് 4 ലക്ഷം രൂപയാണ് വിനുന്റെ കണക്ക്. മൊത്തത്തിൽ 16,82,150 രൂപയാണ് അനുമോൾക്ക് കാണിച്ച ലിസ്റ്റിലുള്ളത്. 16,82,150. 16 ലക്ഷം റൗണ്ടാക്കിയവർ പറഞ്ഞാവൂലേ? അഹയാൻ അവിടേക്ക് എത്തിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ അനുമോൾ ഞെട്ടി ലിസ്റ്റ് കണ്ടിട്ട്. അനുമോള് മാത്രമോ? ഞങ്ങളൊക്കെ ഞെട്ടി. വിനുവിനോട് ചോദിച്ചു, ഇത്ര ചെലവ് നീ എന്തിനു ചെയ്തു? വിനു ആ സമയത്ത് പറയുകയാണ്, ഇല്ലെങ്കിൽ നീ പുറത്താവുമായിരുന്നു. അതായത് അനുമോളുടെ കുടുംബം വിനുവിനോട് പറയുകയാണ് എങ്ങനെയെങ്കിലും. ശരി, വിനു ഇത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ പരിപാടികൾ ചെയ്തില്ലായിരുന്നെങ്കിൽ അനുമോൾ 50 ദിവസത്തിനുള്ളിൽ അവിടുന്ന് നാണം കെട്ട് പുറത്താവുമായിരുന്നു എന്ന്. അപ്പോൾ ഓൻ പറഞ്ഞൊക്കെ സത്യമാണോ? അപ്പൊന്ന് കിട്ടിയാൽ മതി, എത്ര ചെലവായാലും ഒരു കുഴപ്പവുമില്ല എന്നാണ് വിനുവിനോട് പറഞ്ഞത്. അതുകൊണ്ട് വിനു പണിയെടുത്തു. പിന്നെ ഒരു കാര്യം കൂടി പൊന്നാര പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ്. വിനും അനുമോളും പറഞ്ഞത് 1 ലക്ഷം രൂപ എന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിങ്ങൾ ക്ലീനിങ്ങിന്റെ പണിയെടുക്കുകയാണെങ്കിൽ ക്ലീനിങ് മാത്രമാണ് സ്റ്റാർട്ടിംഗ് സാലറി ആയി 20,000 രൂപ വരും. 3 മാസം പണിയെടുത്തു കഴിഞ്ഞാൽ 75,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഒരു കാര്യം പറയുകയാണ്, ബിഗ് ബോസ് മൊത്തത്തിലുള്ളത് 3.5 മാസമാണ്. അതായത് പോകുന്നതും വരുന്നതും എല്ലാം ആയിട്ട് 100 ദിവസം 5 ദിവസം എക്സ്ട്രാ ഉണ്ട് പോകാനും വരാനൊക്കെ. അപ്പൊ 3.5 മാസം ഈ വിനു 1 മാസം 20,000 വെച്ചാണോ പണിയെടുക്കുന്നത്? നിങ്ങൾ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കോ? ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറുണ്ട്. വിശ്വസിക്കാം. അതായത് നമ്മളെ മണ്ടന്മാരാക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അനുമോളെ ഇഷ്ടപ്പെട്ടത്? ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത്? ആ ഇഷ്ടം ഒന്ന് തുറന്നു പറയൂ. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത്? ഇൻസ്റ്റാഗ്രാം തുറന്നാൽ അനുമോളെ പൊക്കെയാണ് റീല് വരുന്നത്. ഇതേ പറയുന്ന സമ്മർ മീഡിയ കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്നത് സമ്മർ മീഡിയ 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് അല്ലേ? സമ്മർ മീഡിയ എല്ലാ അപ്ഡേറ്റും വരുന്നുണ്ട്. സീസൺ 4 വരെ അദ്ദേഹം ജെന്യൂൻ ആയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പൈസ മേടിക്കാതെ സീസൺ 4 വരെ ജെന്യൂൻ ആയിട്ടായിരുന്നു സമ്മർ മീഡിയ. അത് 5, 6, 7 5, 6, 7 സീസണുകൾ കാശ് വാങ്ങിച്ചാൽ 5 അഖിൽമാരാർ. അപ്പോൾ അഖിൽമാരാരുടെ അടുത്ത് സമ്മർ മീഡിയ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ശരി, ജിൻഡോയുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ടുണ്ട് സീസൺ. അനുമോള്. മനസ്സിലായി. ക്ലിയർ ആയിട്ടുള്ള റിവ്യൂ ആയിരുന്നു അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ കുടുംബ പ്രേക്ഷകരെ കിട്ടി. അപ്പോൾ എല്ലാ കുടുംബ പ്രേക്ഷകരും കാണുന്ന ഒരു ചാനലാണ് ഈ സമ്മർ മീഡിയ. ആ സമ്മർ മീഡിയയിൽ പൊക്കി പറയുന്നത് അനുമോളെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അനുമോൾക്കല്ല വോട്ടിടുന്നത്. 2 കാരണം കൂടി നിങ്ങൾ അനുമോളെ ഇഷ്ടപ്പെടാനുള്ള, അതായത് വിനു കളിച്ച 2 കാരണം ഞാൻ പറയാം. ഇപ്പോ അപ്പാനി ശരത്ത് പുറത്തു പോകുന്ന സമയത്ത് ബിൻസിയെ കിസ് അടിച്ചു. ഓക്കെ, അപ്പാനി ശരത്ത് പുറത്തു പോകുന്ന സമയത്ത് ബിൻസിയെ കിസ് അടിച്ചോ? ഈ കിസ് അടിക്കാറിന് മനസ്സിലായില്ല. എന്തിനു കിസ് അടിക്കുക? അങ്ങനെയൊക്കെ ഉണ്ടായോ? അത് എന്ത് ചെയ്തു? ഈ കേരളത്തിലുള്ള എല്ലാ യൂട്യൂബർമാരും വലിയ വിവാദമാക്കി. ഒരാഴ്ചയാണ് ഈ പറയുന്ന അപ്പാനി എയറിൽ പോയത്. നേരെ മറിച്ച് ഈ പറയുന്ന അഭിലാഷ് പുറത്തു വരുമ്പോൾ ഈ പറയുന്ന അനുമോള് കിസ് അടിച്ചു. അതെന്തെങ്കിലും ഒരു അഭിലാഷിനോട് അനുമോള് കിസ് അടിച്ചോ? ഭഗവാൻ, ഈ കിസ് അടിക്കാന്ന് പറഞ്ഞാൽ കിസ് അടിക്കാൻ എന്താണാവോ അല്ലേ? ഇതായോ ഒരു പ്രശ്നമായിട്ടില്ല. അത് പോസിറ്റീവായതാണ്. നോക്കൂ അനുമോളുടെ സ്നേഹം. മറ്റേതിങ്ങനെയല്ല. എന്താണ് അപ്പാനി ശരത്ത് കാണിക്കുന്നത്? ഒരു ഭാര്യയെ വെച്ചാണ് കിസ് അടിക്കുന്നത്. അങ്ങനെയാണ് വിനുവിന്റെ കളി. പിന്നീട് ഏറ്റവും അവസാനം വിനു കളിച്ചത്, അതായത് നൂറയെ വെച്ചാണ് വിനു വോട്ട് പിടിച്ചത്. പൊന്നാര പ്രേക്ഷകരെ, അതായത് ടിഷ്യൂ കൊണ്ടുപോകുന്ന എന്ന കള്ള വാർത്തയാണ് റാൾ ടാക്സ് കൊടുത്തത്. അത് റാൾ ടാക്സ് കൊടുക്കുന്നത് വിനു റാൾ ടാക്സ് എന്ന് പറഞ്ഞാൽ രാജ് ടോക്സ് ആണ് ഉദ്ദേശിച്ചത് പറഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോ പൊന്നാര വിനു, നിന്നോട് വെറുപ്പുണ്ടായിട്ടല്ല വിനു ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇനി ആർക്കും ഈ ഗതി വരാൻ പാടില്ല. സത്യം, ഈ ആർക്കും ഇനി ഒരു സീസണിൽ ഈ ഗതി വരാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ വ്യക്തി ഇതാട്ടോ മുഴുവൻ കാണിക്കുന്നില്ല. ആർക്കും ഈ ഗതി വരാൻ പാടില്ല. എല്ലാവരും ബിഗ് ബോസിലേക്ക് പോകുന്നത് വിനു ജയിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ഒറ്റൊരുത്തൻ, എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നീ ഒറ്റൊരുത്ത കാരണം ബാക്കിയുള്ളവരൊക്കെ തോറ്റു. അതുകൊണ്ട് അടുത്ത സീസൺ മുതൽ എല്ലാവരും നീ ജയിപ്പിക്കണം. അത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് വിനു. ജയിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ഒറ്റൊരുത്തൻ കാരണം ബാക്കി എല്ലാവരും പുറത്താക്കുന്നത് ശരിയാണോ വിനു? വിനുവിനോടൊരു കാര്യം പറയുകയാണ്, ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വർഷം എന്തായാലും ബിഗ് ബോസിനുള്ള കാര്യത്തിനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞു. അത് ശരി, അടുത്ത സീസണിൽ ഇവൻ ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ സപ്പോർട്ടും. നീ ഒരു പൈസ എനിക്ക് തരണ്ട, നീ ഒരു കാശ് പോലും തരാണ്ട് നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കും. നിന്നെ ഞാൻ ജയിപ്പിക്കും. ഈ വർഷം എന്തായാലും ബിഗ് ബോസിനുള്ള കാര്യത്തിനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ വെള്ളി വിളിക്കുന്ന വിനു. നീ ജയിക്കുന്നുണ്ടോ? നിന്റെ PR ജയിക്കുന്നുണ്ടോ? അതായത് ഞാൻ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വിനുവിന്റെ PR-നേക്കാൾ മുമ്പ് ഞാൻ പുറത്താവില്ല. അത് നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. വിനുവിന്റെ PR-നേക്കാളും മുന്നേ ഞാൻ പുറത്താവുന്നു. ഓക്കെ, കിട്ടുമെന്നറിയില്ല. കിട്ടിയാൽ ഞാൻ വിനുവിന്റെ PR ഞാൻ കാണിച്ചു കൊടുക്കും. കിട്ടും, നമുക്ക് കിട്ടും.
കിട്ടുമെന്ന് അറിയില്ല എന്ന് പറയില്ല, നിങ്ങൾക്ക് കിട്ടും. നീ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിന്നെ 100% സപ്പോർട്ട് ചെയ്യും. അപ്പൊ വിനു കാരണം ഇനി ഒരാള് പോലും ഇങ്ങനെ ഒരു ഗതികേട് വരാൻ പാടില്ല. ഇപ്പൊ അനുമോളുടെ വിജയം ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ അംഗീകരിക്കുന്നുണ്ടാവും അല്ലേ, ഇല്ലാതിരിക്കുമോ? സത്യം പറഞ്ഞ അനുമോൾ ഇഷ്ടപ്പെട്ട് കുറെ പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ മുകളിലാണ് നോക്കുന്നത്. അതായത് നെഗറ്റീവ് കമന്റ് ആണ് കൂടുതലും. പി ആർ അനുമോളുടെ കപ്പ് PR ന്റെ കപ്പായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം എന്ത്, ഈ പറയുന്ന വിനു ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പോയി ഇരിക്കുകയാണെങ്കിൽ എന്തിനു വേണം ആരെങ്കിലും മൈക്ക എന്താണ് അനുമോൾ വിജയത്തെ കുറിച്ച് പറയാനുള്ളത്? അപ്പൊ വിനു പറയാം എന്റെ PR കൊണ്ടാണ് അവൾ ജയിച്ചത്, അവളുടെ കഴിവ് കൊണ്ടല്ല, നാണോ മാനോ ഇല്ലാത്തവൻ. അപ്പൊ പൊന്നാർ പ്രേക്ഷകർ ഈ സത്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം നിങ്ങൾ മതി മോനെ. നല്ല സതുദ്ദേശത്തോടു കൂടിയുള്ള നിൻ്റെ വാക്കുകൾ ഞാനും ഏറ്റെടുക്കുന്നു. നിൻ്റെ ഈ വാക്കുകൾ സമ്മർ മീഡിയ, രാജ് ടോക്സ്, അതുൽ വ്ളോഗ്സ് ഇവരെങ്ങനെ ഏറ്റെടുക്കുന്നു എന്നറിയുവാൻ എനിക്കും ആകാംക്ഷയുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.